വയനാട് പുൽപ്പള്ളിയിൽ ഭീതി പടർത്തിയ കടുവ കെണിയിലായി. ഒരു മാസത്തിലേറെ ഭീതി പരത്തിയ കടുവയാണ് കെണിയിലായത്. കടുവയെ മയക്കുവെടി വെക്കാൻ ഉത്തരവിട്ടിരുന്നു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഒരു മാസത്തോളം ഭീതി പടർത്തിയ കടുവയാണ് ഇപ്പോൾ കെണിയിലായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. മാസത്തിലധികമായി വയനാട് പുൽപ്പള്ളിയിലെ സമീപ പ്രദേശങ്ങളിലും ഭീതി പടർത്തിയ കടുവയാണ് നിലവിൽ കൂട്ടിലായത്. ഇന്നലെ രാവിലെയും ഈ കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. പള്ളിയിൽ പോകുന്നവർ ഞായറാഴ്ചയോടെ ഈ കടുവയെ കണ്ടിരുന്നു. അതിനുശേഷമായിരുന്നു ഇന്നലെയും കൂട് വച്ചിരുന്നു. ഒരു മാസത്തിലധികമായി നിലവിൽ 4 കൂടും ക്യാമറകളും ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടും ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്ന് വലിയ പ്രക്ഷോഭമെല്ലാം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, പുൽപ്പള്ളി സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കടുവ പിടികൂടിയ പശുവിനെയുമായാണ് നിലവിൽ അന്ന് ഈ നാട്ടുകാർ സമരം ചെയ്തത്. നിലവിൽ എന്തായാലും കടുവ കൂട്ടിലായിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് നിലവിൽ കടുവ കൂട്ടിലായത്. 4 കൂടുകളായിരുന്നു ഈ പ്രദേശത്ത് സ്ഥാപിച്ചത്. ഇതിൽ വാടാനക്കവലയ്ക്ക് സമീപം വനമൂലികയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് നിലവിൽ കടുവ കൂട്ടിലായിരിക്കുന്നത്. 4 കൂടിൽ 3ാമത്തെ കൂടിലാണ്. കാരണം ഈ മേഖലയിൽ പുൽപ്പള്ളിയിലും താന്നിത്തെരുവിലും ആശ്രമക്കൊല്ലിയിലുമെല്ലാം ഈ കടുവ നിരന്തരമായി പകൽ സമയത്ത് തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിനാൽ തുടർന്നായിരുന്നു ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഉത്തരവും ഇറങ്ങിയിരുന്നു. എന്നാൽ ഇതിനായിട്ടുള്ള ദൗത്യം വളരെയധികം നീണ്ടുപോയെങ്കിലും ഇന്ന് രാവിലെയോടെയായിരുന്നു ഇത്തരത്തിൽ ഈ കടുവ കൂട്ടിലായിരിക്കുന്നത്. ഒരു മാസത്തിലധികമായി ഭീതി പരത്തിയ കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.